നമസ്കാരം. ചലഞ്ചർ ആപ്പിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെക്രട്ടേറിയറ്റ് ഒ എ, ലാബ് അസിസ്റ്റന്റ്, സ്റ്റോർ കീപ്പർ, അസിസ്റ്റന്റ് ടൈം കീപ്പർ എന്നീ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രിലിമിനറി പരീക്ഷ, അതായത് 10th പ്രിലിംസിൻ്റെ പരീക്ഷ അടുത്ത ആഴ്ച ഡിസംബർ മാസം 28-ാം തീയതി ആരംഭിക്കാൻ പോവാണ്. അപ്പോൾ ഫെബ്രുവരി മാസം വരെ തുടരുന്ന ഈ പരീക്ഷയിൽ പല ഉദ്യോഗാർത്ഥികളും ചോദിച്ചത് പുതിയ SCERT ചാപ്റ്റേഴ്സ് ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ LGS LDC പരീക്ഷകളൊക്കെ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ പുതിയ SCERT പാഠപുസ്തകങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഈ പുതിയ SCERT ചാപ്റ്റേഴ്സ്, മൊത്തം എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, ഇവ ഏതൊക്കെ സ്റ്റാൻഡേർഡ്, ഏതൊക്കെ ക്ലാസ്സുകളിലാണ് ഈ ചാപ്റ്റേഴ്സ് ഉള്ളത് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിനുമുമ്പ് ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാം. മൊത്തം 5, 7, 9 ഈ 3 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളിലാണ് മാറ്റം വന്നിരിക്കുന്നത്. അത് 5ാം ക്ലാസ്സിൽ മാത്രമായിക്കൊണ്ട് 19 പുതിയ ചാപ്റ്റേഴ്സ് ഉണ്ട്. അടിസ്ഥാന ശാസ്ത്രം, സാമൂഹിക ശാസ്ത്രം എന്നീ വിഭാഗങ്ങളിൽ നിന്നായിക്കൊണ്ട് 19 പുതിയ ചാപ്റ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ 7ാം ക്ലാസ്സിൽ നിന്ന് 22 പുതിയ ചാപ്റ്റേഴ്സ് ഉണ്ട്. 9ാം ക്ലാസ്സിൽ നിന്ന് 38 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഏറെക്കുറെ 79ഓളം പുതിയ ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത അധ്യയന വർഷത്തിൽ ബാക്കിയുള്ള ക്ലാസ്സുകളിൽ, അതായത് 6, 8, 10 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളിൽ മാറ്റം വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതോടുകൂടി 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള മുഴുവൻ പാഠപുസ്തകങ്ങളും, 5 തൊട്ട് 10 വരെയുള്ള മുഴുവൻ പാഠപുസ്തകങ്ങളും അടുത്ത അധ്യയന വർഷത്തോടു കൂടി മാറ്റം വരുന്നതായിരിക്കും. അപ്പോൾ 5ാം ക്ലാസ് തൊട്ട് 9ാം ക്ലാസ് വരെ 5, 7, 9 ക്ലാസ്സുകളിൽ ഓരോ സബ്ജക്റ്റ് അടിസ്ഥാനത്തിലുള്ള പുതിയ ചാപ്റ്റേഴ്സിൻ്റെ പേരാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് നോട്ട് ചെയ്യാം. ഇതിന് PDF ആവശ്യമുള്ളവർ ടെലഗ്രാം ചാനലിൽ ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് എന്ന് നോക്കാം. അതുപോലെ തന്നെ ആപ്പിൻ്റെ ഹോം പേജിലുള്ള SCERT എന്ന് പറയുന്ന ഭാഗത്ത് SCERT എന്ന് പറയുന്ന ഒരു ടാബ് കാണാൻ സാധിക്കും. ഈ SCERT എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് അടിസ്ഥാനത്തിൽ 5ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെയുള്ള മുഴുവൻ SCERT പാഠപുസ്തകങ്ങളും അതിൻ്റെ നോട്ട്സും പരിശീലിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഈ പറയുന്ന 5, 7, 9 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ന്യൂ എന്നുള്ള ഒരു ബാഡ്ജ് കാണാൻ സാധിക്കും. ഈ ന്യൂ എന്നുള്ള ബാഡ്ജിൽ കൊടുത്തിരിക്കുന്നതാണ് പുതിയ ചാപ്റ്റേഴ്സ് എന്ന് മനസ്സിലാക്കാം. ഇവിടെ ഓരോ ചാപ്റ്ററിൻ്റെയും നോട്ട്സും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചോദ്യങ്ങൾ, പ്രാക്ടീസ് ചെയ്യാനുള്ള ചോദ്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും ആപ്പിലെ SCERT എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ മാക്സിമം പ്രയോജനപ്പെടുത്തുക. പഴയ ചാപ്റ്റേഴ്സും പുതിയ ചാപ്റ്റേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണുന്നതാണ് ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ്. ഇതിൽ നമുക്ക് ആദ്യം 5ാം ക്ലാസ്, 5, 7, 9 ക്ലാസ്സുകളാണ്. അപ്പോൾ ആദ്യം 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം, ബേസിക് സയൻസ് എന്ന് പറയുന്ന ഭാഗം. അടിസ്ഥാന ശാസ്ത്രത്തിൽ ഒറ്റയില്ലൊരു ജീവിതം, വ്യാധികൾ പടരാതിരിക്കാൻ, ജലം നിത്യജീവിതത്തിൽ, ജീവനുള്ള വിത്തുകൾ, കയ്യെത്തും ദൂരത്ത് ആകാശം, ഊർജ്ജ സ്രോതസ്സുകൾ, ഇന്ദ്രിയജാലം, ജന്തുജാലങ്ങൾ, ഇത്രയും ചാപ്റ്റേഴ്സാണ് 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം എന്ന് പറയുന്ന ഭാഗത്തുള്ളത്. ഇതേപോലെ തന്നെ സോഷ്യൽ സയൻസിലും അത്യാവശ്യം ചാപ്റ്റേഴ്സ് ഉണ്ട്. പീലിയുടെ ഗ്രാമം ചെറിയ ചാപ്റ്ററാണ്. ഭക്ഷണവും മനുഷ്യരും, തൊഴിൽ വൈവിധ്യങ്ങൾ, വസ്ത്രത്തിൻ്റെ നാൾ വഴികൾ, വരയ്ക്കാം വായിക്കാം, ജനങ്ങൾ ജനങ്ങളാൽ, ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ജനങ്ങൾ ജനങ്ങളാൽ എന്ന് പറയുന്നത് ഗതാഗത ആശയവിനിമയം, അതുപോലെ തന്നെയാണെങ്കിൽ നാടറിയാം, തുല്യതയിലേക്ക്, വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ സവിശേഷതകളും, നിയമവും സമൂഹവും, ഇത്രയും ചാപ്റ്റേഴ്സാണ് 5ാം ക്ലാസ്സിൽ നിന്ന് ബേസിക് സയൻസിൽ നിന്നും സോഷ്യൽ സയൻസിൽ നിന്നുള്ള മൊത്തം ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി 7ാം ക്ലാസ്സിലോട്ട് പോയി കഴിഞ്ഞാൽ 7ാം ക്ലാസ്സിൽ നമുക്ക് അടിസ്ഥാന ശാസ്ത്രവും സോഷ്യൽ സയൻസും തന്നെയാണ്. 7ാം ക്ലാസ്സിൽ വിളയിക്കാം 100 മെയിൻ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ആസിഡുകളും ബേസുകളും വളരെ 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 ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. വൈദ്യുതിയുടെ ലോകം അതും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. അതുപോലെ തന്നെയാണെങ്കിൽ പ്രകാശം പ്രതിപദിക്കുമ്പോൾ മനുഷ്യ ശരീരം ഒരു വിസ്മയം, ദഹനവും ശ്വസനവും, താപം നിത്യജീവിതത്തിൽ, മനുഷ്യ ശരീരം ഒരു വിസ്മയം, ആകാശവിസ്മയങ്ങൾ, പരിസ്ഥിതിയെ നോവിക്കാതെ, സുരക്ഷിത ഭക്ഷണം. 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ ഇപ്പം ഞാൻ വായിച്ച ഭൂരിഭാഗം ചാപ്റ്റേഴ്സും നമ്മുടെ സിലബസുമായിട്ട് നേരിട്ട് ബന്ധം പുലർത്തുന്നതാണ്. അപ്പോൾ നിർബന്ധമായിട്ടും അവ വായിക്കാൻ വേണ്ടി ശ്രമിക്കാം. അതുപോലെ തന്നെ സോഷ്യൽ സയൻസിലാണെങ്കിൽ മധ്യകാല ഇന്ത്യ, ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് മധ്യകാല ഇന്ത്യ, സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ, ഭരണഘടന വഴിയും വഴികാട്ടിയും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. സെക്രട്ടേറിയറ്റ് ഒയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വായിക്കേണ്ടതാണ്. അനീതിയിൽ നിന്ന് അനീതിയിലേക്ക്, നമ്മുടെ ഭൂമി, ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഇമ്പോർട്ടൻ്റ് ആണ്. ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ അധികാരം ജനങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും, ബജറ്റ് വികസനത്തിൻ്റെ നേർരേഖ, വിവേചനത്തിനെതിരെ ചിത്രത്തിൻ്റെ ആധാരശിലകൾ, ഇത്രയുമാണ് സോഷ്യൽ സയൻസിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി 9ാം ക്ലാസ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ 9ാം ക്ലാസ്സിൽ ഊർജ്ജതന്ത്രം, അതായത് 9ാം ക്ലാസ് എത്തുമ്പോഴേക്കും നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി
എന്നുള്ള രീതിയിലോട്ട് മാറി. ഊർജ്ജതന്ത്രം അതിൽ പ്രകാശത്തിൻ്റെ അപവർത്തനം വീണ്ടും വളരെ വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററും. ചലന സമവാക്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ചലന നിയമങ്ങൾ സിലബസിൽ അതുപോലെ തന്നെയുള്ള കാര്യമാണ്. ഗുരുത്വാകർഷണം സിലബസിലുള്ള കാര്യമാണ്. പ്ലവക്ഷമ ഫലം, പ്രവൃത്തിയും ഊർജ്ജവും സിലബസിലുള്ള കാര്യമാണ്. ധാരാവൈദ്യുതി ഇമ്പോർട്ടൻ്റ് ആണ്. ശബ്ദം, ഓക്കെ, ഇത്രയുമാണ് പുതിയ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മുടെ സിലബസിലെ 10th പ്രിലിംസിൻ്റെ സെക്രട്ടേറിയറ്റ് ലേബർ അസിസ്റ്റൻറ്റിൻ്റെ ഒക്കെ സിലബസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചാപ്റ്റേഴ്സ് തന്നെയാണിത്. വായിക്കാൻ വിട്ടുപോകരുത്. അതുപോലെ തന്നെയാണെങ്കിൽ കെമിസ്ട്രിയിലാണെങ്കിൽ ആറ്റത്തിൻ്റെ ഘടന, പീരിയോഡിക് ടേബിൾ, രാസബന്ധനം, റിഡോക്സ് പ്രവർത്തനങ്ങൾ, രാസഗതികം, ലായനികൾ, അലോഹങ്ങൾ, കാർബണിക രസതന്ത്രം, ഇത്രയും പോർഷൻസും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതും 9ാം ക്ലാസ്സിലെ പുതിയ ചാപ്റ്റേഴ്സാണ്. നമ്മുടെ സിലബസുമായിട്ട് നല്ല ബന്ധമുള്ള ചാപ്റ്റേഴ്സാണ്. ഇനി ജീവശാസ്ത്രം നോക്കുകയാണെങ്കിൽ ജീവൽ പ്രക്രിയകളിലേക്ക് ദഹനവും പോഷക സംവഹനവും ശ്വസനവും വിസർജനവും ചലനത്തിനു പിന്നിൽ പ്രത്യുൽപാദനാരോഗ്യം വർഗീകരണം. ഓക്കെ, ഇനി 9ാം ക്ലാസ്സിൽ സാമൂഹ്യശാസ്ത്രം ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളും അതുപോലെ തന്നെ ഭൂമിദാനവും ഇന്ത്യൻ സമൂഹവും ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ ചോളനാട്ടിൽ നിന്നും ഡൽഹിയിലേക്കും ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. ലിംഗ വിവേചനമില്ലാത്ത സമൂഹത്തിലേക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ സാമൂഹ്യ ശാസ്ത്രം 2 ഓക്കെ, ലോകത്തിൻ്റെ നെറുകയിൽ വിശാല സമതല ഭൂവിൽ ഭൗമചരിത്രമുറങ്ങുന്ന പീഠഭൂമി, മാനവ വിഭവശേഷി രാഷ്ട്ര പുരോഗതിക്കായി ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ വിലയും വിപണിയും. ഓക്കെ, ഇത്രയും ചാപ്റ്റേഴ്സാണ്. ഓക്കെ, അതുപോലെ തന്നെ ആണെങ്കിൽ മണലാരണ്യത്തിലൂടെ തീരങ്ങളിലൂടെ, ഇത്രയും ചാപ്റ്റേഴ്സാണ് നമുക്ക് ഈ പറയുന്ന 5ാം ക്ലാസ് തൊട്ട് 9ാം ക്ലാസ് വരെയുള്ള അടിസ്ഥാന ശാസ്ത്രം, സാമൂഹ്യ ശാസ്ത്രം, പിന്നെ ഊർജ്ജതന്ത്രം, രസതന്ത്രം, ഓക്കെ, ജീവശാസ്ത്രം, സാമൂഹ്യ ശാസ്ത്രം 1, 2 എന്നീ പാഠഭാഗങ്ങളിൽ നിന്നായിക്കൊണ്ട് അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ നിന്നായിക്കൊണ്ട് പഠിക്കാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറെക്കുറെ 79ഓളം ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് വായിച്ചു പോകുന്നതിന്, ഓക്കെ, വായിച്ചു പോകുക അല്ലെങ്കിൽ ഇവയുടെ അറ്റ്ലീസ്റ്റ് ചോദ്യങ്ങളെങ്കിലും പരിശീലിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് വായിക്കാനുള്ള സമയമില്ലെങ്കിൽ, ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ SCERT എന്ന് പറയുന്ന ഈ ടാബിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ന്യൂ എന്ന ബാഡ്ജിൽ കൊടുത്തിരിക്കുന്ന മുഴുവൻ ചാപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചോദ്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾക്ക് ഒറ്റയിലൊരു GB എന്ന് പറയുന്ന ഈ ചാപ്റ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രാക്ടീസ്, ഓക്കെ, ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന മുഴുവൻ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരിശീലിക്കാൻ സാധിക്കും. ഇനി അതിൻ്റെ താഴെ തന്നെ, ഓക്കെ, ഇവയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നോട്ട്സും കൊടുത്തിട്ടുണ്ട്. ചാപ്റ്റർ വായിച്ചിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ചോദ്യങ്ങൾ പരിശീലിക്കുക, അല്ലെങ്കിൽ അതിനെ നോട്ട്സ് എങ്കിലും വായിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് LDCയിലും LGSലും ഈ ഭാഗത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാം. എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.